ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് തൊട്ട് ഒരു ഷോപ്പിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയിരിക്കുന്നത് രാമചന്ദ്രനിലാണ്. ട്രിവാൻഡ്രത്തുള്ള അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്രയിലാണ് ആദ്യത്തെ ഷോപ്പിംഗ് വ്ളോഗ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇടാമെന്ന് വെച്ചത്. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് റേറ്റ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാമല്ലോ. ഫസ്റ്റ് ഞങ്ങൾ പോയത് ബാഗ് സെക്ഷനിലേക്കാണ്. ഒരുപാട് ബാഗ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അഫോർഡബിൾ റേറ്റിലൊക്കെ നല്ല നല്ല അടിപൊളി ബാഗുകൾ ഞാൻ രാമചന്ദ്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്ന ബാഗ്സൊക്കെ 849 റേറ്റിലാണ്. ആദ്യം കാണിച്ച ബാഗ്സൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 349 ആ റേഞ്ചിലാണ് കൊച്ചു കുട്ടികളുടെ ബാഗ്സൊക്കെ ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് നല്ല നല്ല കളക്ഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിയെടുക്കണം. പിന്നെ ലൈറ്റ് കളേഴ്സൊക്കെ കൊച്ചു കുട്ടികൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അഴുക്കാവാനൊക്കെ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കിയെടുത്താൽ നല്ല ബാഗുണ്ട്. ഇതാ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ 600 റേറ്റിൻ്റെ ബാഗാണ്. ഈ ഒരു സെക്ഷൻ മാത്രമല്ല കേട്ടോ, വേറൊരു സെറ്റും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. ബാഗ് സെക്ഷൻ വേറൊരു കളക്ഷനും കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ ബുക്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഉള്ള ആ ഭാഗത്തെ ബാഗാണ്. പിന്നെ ഇതാ ഈ കാണിക്കുന്ന ക്ലീറ്റയുടെ ബാഗ്, ഇത് നല്ലൊരു ബാഗാണെന്ന് ഞാൻ പറയും. കാരണം നല്ല ക്വാളിറ്റിയാണ്. അതിനകത്ത് തന്നെ ഒരുപാട് അറകളുണ്ട്, ഇഷ്ടം പോലെ അറകളുണ്ട് ഈ ബാഗിൽ. ഇതിനിപ്പോൾ എത്രയാണ് കിടക്കുന്നത്, 949 റേറ്റ് കിടക്കുന്നത്. ഇത് കുറച്ചും കൂടെ മുന്നേ കഴിഞ്ഞ മാസമൊക്കെ ഈ ബാഗിന് റേറ്റ് കുറച്ചും കൂടെ കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് റേറ്റ് കൂട്ടിയെന്ന് തോന്നുന്നു. ഇത് നല്ല ബാഗാണ്, നല്ലൊരു ഓപ്ഷൻ ഞാൻ പറയും. കാരണം നല്ല ക്വാളിറ്റിയാണ്. അകത്ത് ഇഷ്ടം പോലെ അറകളുണ്ട്. നല്ലൊരു ബാഗ് കളക്ഷനാണ് ക്ലീറ്റയുടെ ഈ ഒരു ബാഗ് രാമചന്ദ്രയിൽ കിടക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഗ്രീൻ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മോക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഒറിജിനൽ റേറ്റ് 1699 കാണിക്കുന്നത്. അവർ രാമചന്ദ്ര ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം എത്രയാണ് റേറ്റ് എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം ഈ 900 സംതിങ് റേറ്റ് തന്നെയാണ് ഈ ബാഗും വരുന്നത്. 900 ആ റേഞ്ചിൽ തന്നെയാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ക്ലീറ്റയുടെ ആ ഒരു അത്രയും അറകളൊന്നും ഈ ബാഗിനകത്തില്ല കേട്ടോ. പിന്നെ ലൈറ്റ് കളർ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുമെങ്കിലും ലൈറ്റ് കളേഴ്സ് ഒരുപാട് നിൽക്കത്തില്ല. കാരണം കുഞ്ഞു കുട്ടികളാണ്, സൂക്ഷിക്കാൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ അറിയാം. മോൾക്ക് കഴിഞ്ഞ വർഷവും UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും UKG ഞാൻ ലൈറ്റ് കളർ ബാഗാണ് സെലക്ട് ചെയ്തത്. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് ലൈറ്റാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇവർ വണ്ടിയിൽ, സ്കൂൾ ബസ്സിലൊക്കെ ബാഗ് തറയിൽ വെച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ബാഗ് മുഴുവൻ അഴുക്കാവും. അതുകൊണ്ട് ലൈറ്റ് കളറ് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. പിന്നെ എടുക്കാം, ലൈറ്റ് കളേഴ്സ് എടുക്കാം. ഒരുവിധം നമ്മുടെ ഈ അഴുക്കിൻ്റെ കളറിനോട് ചേരുന്ന രീതിയിലുള്ള കളറാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ ബാഗ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കുറച്ചധികം കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളും എല്ലാം ഞങ്ങളൊരു ഷോപ്പിംഗ് ഹോളായിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നേരത്തെ കുട്ടി ഓരോ കടയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് ഒരു 2ാം ക്ലാസ്സിലെ കുഞ്ഞിനൊക്കെ പറ്റിയ ബാഗ് ഓപ്ഷനാണിത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആകെ 3-4 അറയേ ഉള്ളൂ. ക്വാളിറ്റി കൊള്ളാം, അറയേ ഉള്ളൂ. 900 റേഞ്ച് ഇച്ചിരി ഉണ്ട് ഇതിന്, റേറ്റ് ഉണ്ട് ഈ ഒരു ബാഗിന്. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. രാമചന്ദ്രൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നോട്ട് ബുക്സ് ആയിരുന്നാലും വാട്ടർ ബോട്ടിൽസ് ആയിരുന്നാലും ഒക്കെ ഒരുപാട് കളക്ഷനുണ്ട്. ഈ ഒരു യൂണിക്കോണിൻ്റെ ബാഗൊക്കെ 300 സംതിങ് റേഞ്ചേ ഉള്ളൂ. 299 അവർ ഇട്ടിരിക്കുന്നത്. ഈ കുഞ്ഞു ബാഗ്സ്, അത് അംഗൻവാടിയിലും നഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു ബാഗ് 199 റേറ്റിനാണ് കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രമാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലത്തെ കുറച്ച് നാളെ നിൽക്കുകയുള്ളൂ. കൊച്ചു കുട്ടികൾക്ക് ഒരു ബാഗും അല്ലെങ്കിൽ അവർക്കൊരു ബോട്ടിൽ മാത്രമൊക്കെ വെച്ചുകൊണ്ട് പോകാനുള്ളതല്ലേ. പിന്നെ ഇതാ ഒരു പാവയുടെ ബാഗ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാൻ കേട്ടോ. മോള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 200 റേഞ്ചിലാണ് അതും കിടക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഞങ്ങളൊന്ന് ഇട്ട് നോക്കി. കൊള്ളാം കേട്ടോ, കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല ബാഗ്. പിന്നെ ഒരുപാട് വേറെയും കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ബാഗ് മാത്രമല്ല, വാട്ടർ ബോട്ടിൽസ് ആയിരുന്നാലും പെൻസിൽ ബുക്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നാലും പിന്നെ എടുത്തു പറയേണ്ട ടവൽസിൻ്റെ കാര്യങ്ങളായിരുന്നാലും നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ട്, അതായത് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ടവൽ കൊണ്ടുപോകത്തില്ലേ, അതൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ബോക്സിൻ്റെയും ഒക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അഫോർഡബിൾ റേറ്റും ആണ് അവിടെ. അത് മാത്രമല്ല ഷൂസിൻ്റെയും സ്കൂൾ യൂണിഫോമിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതൊക്കെ അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് രാമചന്ദ്രയിൽ കിടക്കുന്നതും.
പിന്നെ ഞാൻ ഷൂസും യൂണിഫോംസും ഒന്നും കാണിച്ചിട്ടില്ല ഇതിനകത്ത്. ജസ്റ്റ് ലഞ്ച് ബോക്സ്, ബാഗ്സിൻ്റെ കളക്ഷൻസ്. കുട്ടികളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരുപാട് വെറൈറ്റി ഓഫ് ബാഗ്സ് കാണാനായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒട്ടുമിക്ക എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ബാഗുകളുടെ കളക്ഷൻസ് ഇതിനകത്ത് ആ രാമചന്ദ്രയിലുള്ള ബാഗ്സിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ബാഗ്സിൻ്റെ കളക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, തീരുമാനിക്കാമല്ലോ എങ്ങനെയുള്ള ബാഗ്സാണ് രാമചന്ദ്രൻ കിടക്കുന്നത്. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊള്ളാൻ തോന്നിയ ഏതെങ്കിലും ബാഗുണ്ടോ എന്നൊക്കെ. ഈ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. ഇത് ഏകദേശം 558 റേറ്റിനാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ്. അത് ഞാൻ എടുത്ത് പറയും, കാരണം അത്രയും നല്ലൊരു ഓപ്ഷനാണ് ഈ ബാഗ്. ഇത് പക്ഷേ വലിയ കുട്ടികൾക്കല്ല, അംഗൻവാടിയിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ നഴ്സറി, കിൻഡർ ഗാർഡൻ പോകുന്ന കുട്ടികൾക്ക് നല്ലതാണ്. പിന്നെ നേരത്തെ കാണിച്ച ലൈറ്റ് കളർ ബാഗ്സിൽ ഈ ബാഗിന് അറകളാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത്. ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ. പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 2 3 4 അറയുണ്ട്. ഏറ്റവും വലിയ അറയുണ്ട്. പിന്നെ സൈഡിൽ ബോട്ടിൽ വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ ബാഗൊക്കെ നല്ല ബാഗാണ് കേട്ടോ. 600 സംതിങ്, 649 സംതിങ് റേഞ്ചിലുള്ള ബാഗാണിത്. ആ റേറ്റിന് നോക്കുമ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് ഈ ബാഗ്. ക്വാളിറ്റി വൈസും നല്ലതാണ്. സൈഡിൽ ബോട്ടിൽ വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. 4 അറയുണ്ട്. അതുപോലെ ബോയ്സിനുള്ള കളക്ഷൻസും ഗേൾസിനുള്ള കളക്ഷൻസും പ്രത്യേകം ഉണ്ട് കേട്ടോ. ഇത് നേരത്തെ ഞാൻ കാണിച്ച ആ ഗ്രീൻ കളർ ബാഗിൻ്റെ വേറെ 2 ഓപ്ഷനാണ് ഈ 2 എണ്ണം. ഈ 2 കളർ ഓപ്ഷൻസാണ് അതിനുള്ളത്. വേറെ അതിൽ കണ്ടില്ല കേട്ടോ. ഏകദേശം 916 സംതിങ് റേഞ്ചാണ്. പിന്നെ ഇത് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബാഗാണ്. ഇത് 349 റേഞ്ചിലാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ബാഗാണ്. കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ 8 9 ആ റേഞ്ചിലുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാം. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ക്വാളിറ്റി ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം വേണ്ട ക്വാളിറ്റി ആ ബാഗിനാണ്. 349 റേഞ്ചിന് അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ആ ഒരു റേറ്റിനൊക്കെ ബാഗ് കിട്ടാമെന്ന് നമുക്കറിയാം. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചീപ്പായിട്ടാണ് വരുന്നത്. ചില ബാഗുകളൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഒരുവിധം കളക്ഷൻസ്, ബാഗിൻ്റെ നല്ലൊരു കളക്ഷൻസ് ഇവിടെയുണ്ട്. ഈ കോളേജ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ബാഗ്സൊക്കെ 570 റേഞ്ചിനാണ് ഇവിടെ കിടക്കുന്നത്. അടിയിലോട്ടൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ മാത്രമല്ല, അടുത്ത ഫ്ലോറിൽ ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് ബാഗുണ്ട്. പിന്നെ അടുത്ത് ഞങ്ങൾ കാണിക്കുന്ന ബോക്സിൻ്റെ കളക്ഷനാണ്. ബോക്സിൻ്റെ കളക്ഷൻസ് പറയാതിരിക്കാൻ വയ്യ. ഇഷ്ടം പോലെ ബോക്സിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഏകദേശം 76 75 ആ റേഞ്ചിലുള്ള ബോക്സാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ബോക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വെളിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബോക്സിനൊക്കെ നല്ല റേറ്റ് കൊടുക്കണം, 200 400 റേഞ്ചിന്. പിന്നെ കുട്ടികൾക്ക് വലിയ വലിയ രീതിയിലുള്ള ബോക്സുകളൊന്നും സ്കൂളിൽ അലൗഡല്ല ഇപ്പോൾ. എൻ്റെ അറിവിൽ ഒരുപാട് സ്കൂളുകളിൽ അങ്ങനെ അലൗഡല്ല. എന്നാലും കുട്ടികൾ കൊണ്ടുപോകുന്ന കുട്ടികളുമുണ്ട്. അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ക്വാളിറ്റിയിലെ ഇത് 50 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ ഇങ്ങനത്തെ ഇത് 85 റുപ്പീസാണ്. ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റ് ചെറുതായിട്ട് മാറുന്നുണ്ട്. ഇതുപോലത്തെ ക്വാളിറ്റിയിലുള്ള ബോക്സ് 50 റേഞ്ചിലാണ് ഈ ഒരു സെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 50 തൊട്ട് 140 റുപ്പീസാണ് മാക്സിമം കിടക്കുന്നത് ഈ ഒരു സെറ്റിലെ ബോക്സിൻ്റെ റേറ്റ്. നല്ല ബോക്സാണ്. 140 റേഞ്ച്. ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ 140. നല്ല വലിപ്പമുണ്ട്, ഒരുവിധം വലിപ്പമുള്ള നല്ല ബോക്സ് തന്നെയാണ്. ഇതൊക്കെ നല്ല ബോക്സുകളാണ്. വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 200 കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ കാണിക്കുകയാണ്. ഇനി അടുത്തത് ഒരു ഷോപ്പിംഗ് വ്ളോഗ് സ്മാർട്ട് ബസാറിൽ കയറാമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എവിടെ കാണണം, എവിടെയെല്ലാം പോയി നോക്കണം എന്നുള്ളത്. അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കടകൾ, ഷോപ്സ് ഏതൊക്കെയാണ്, അവിടെ പോയി ഒന്ന് വ്ളോഗ്സായിട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം പറ്റാവുന്ന വീഡിയോസ് ഇടാൻ നോക്കാം. എന്തായാലും സ്കൂൾ ഷോപ്പിംഗ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കാണുമല്ലേ. എല്ലാവരും എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ റഷ് വരുന്നത് സ്കൂൾ തുറക്കുന്ന ഒരു 1 വീക്ക് 2 വീക്ക് മുന്നേ ആയിരിക്കും എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഓടുന്നത്. പക്ഷേ ആ ടൈമൊക്കെ ആകുമ്പോൾ ഏകദേശം കളക്ഷൻസ് തീരും കേട്ടോ. ഇപ്പോൾ രാമചന്ദ്രയിലൊക്കെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതൊക്കെ ലൈറ്റുള്ള ബോക്സാണ് കേട്ടോ. ഇതൊന്നും സ്കൂളിൽ അലൗഡ് ആയിരിക്കത്തില്ല. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബോക്സാണ്. കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. പഠിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ കത്തിച്ച് പഠിക്കാം. പക്ഷേ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഇത് പറ്റത്തില്ല. കാരണം അവരിത് കളിക്കാൻ കണക്കാക്കിയിട്ടായിരിക്കും നോക്കുന്നത്. ഇതൊക്കെ 140 റേഞ്ചേ ഉള്ളൂ കേട്ടോ ഈ ബോക്സ്. പിന്നെ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 35 റേറ്റിനൊക്കെയുള്ള ബോക്സ് വരെ ഉണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ബോക്സ് 60 റേഞ്ചിനൊക്കെയുള്ള
കുഞ്ഞു കുഞ്ഞു സാധാ നോർമലായിട്ടുള്ള ബോക്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ടൈപ്പ് പുതിയൊരു ബോക്സ് ഞാൻ കണ്ടു. 125 ആണ്. ഇതെന്താണ് സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും അതെന്താണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് ആ ബോർഡെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ദാ ഇത് നല്ലൊരു ക്വാളിറ്റി ബോക്സായിരുന്നു. 230 റേഞ്ചിനാണ് എനിക്ക് തോന്നുന്നു. അത് ഇപ്പോൾ അവർ ആ റേറ്റിൽ ഇട്ടേക്കുന്നതായിരിക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്. അത് നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു. നോർമൽ പ്ലാസ്റ്റിക്കിൽ നിന്നും നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ്. പിന്നെ പ്ലാസ്റ്റിക് ബോക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച സെറ്റ് ബോക്സും ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ കളക്ഷൻസ് തീരും മുമ്പ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പോയി വാങ്ങിക്കാനാണ്. ഇനിയുള്ളത് നമ്മുടെ ബോട്ടിൽ സെക്ഷനാണ്. ബോട്ടിൽ സെക്ഷൻ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല റേറ്റിൽ അഫോർഡബിൾ റേറ്റിലുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ദാ ഈ കാണുന്ന ബോട്ടിലൊക്കെ 135 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് വെറും നോർമൽ വേണ്ടാത്ത പ്ലാസ്റ്റിക് അല്ല, അത് ഫൈബറും കൂടെ ഉള്ള ബോട്ടിലാണെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റിയിലുള്ള ബോട്ടിലാണ് 135യുടെ. അത്യാവശ്യം പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പല കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വാട്ടർ ബോട്ടിൽസ് ഞാനിവിടെ കണ്ടു കേട്ടോ. ആദ്യം കാണിച്ച 135യുടെ ഹൗസ് പോലെ ഇരിക്കുന്ന ബോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെടുക്കും. കാരണം അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ അമ്മമാർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം വെള്ളം കൊള്ളാൻ പറ്റുന്നതാണോ, വെള്ളം കുട്ടികൾക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബോട്ടിൽസൊക്കെയാണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ ഒക്കെയാണ് നോക്കുന്നത്. എന്നാലും ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഇവിടെ ഒരുപാട് പേര് വന്ന് നോക്കിയിട്ട് അതിനെ ഡാമേജ് ആക്കിയിട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് ശരിയല്ല. കാരണം നമ്മളൊരു സാധനം എടുത്തിട്ട് അത് ഡാമേജ് ആക്കാതെ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ചിലതൊക്കെ ഡാമേജ് ആയിട്ട് കിടപ്പുണ്ട്. അത് നോക്കുന്ന ആൾക്കാരുടെയും കൂടെ പ്രശ്നമാണ്. കാരണം രാമചന്ദ്രൻ നമുക്ക് എങ്ങനെ വേണോ നോക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ തരുന്നുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വരുന്ന ആൾക്കാരും കൂടെ ശ്രദ്ധിക്കണം. പലരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ താഴേക്ക് പോവുകയും അത് താഴേക്ക് പോകുന്ന സാധനം ഡാമേജ് ആയിക്കഴിഞ്ഞാൽ അത് അതുപോലെ എടുത്ത് തിരിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ ഗ്ലാസിൻ്റെ ഈ ബോട്ടിൽസാണ് ഈ കാണുന്നത്. ഇത് 65 70 റേഞ്ചിലൊക്കെ കിടക്കുന്ന ബോട്ടിലാണ്. ഇതൊക്കെ ഗ്ലാസിൻ്റെയാണ് കേട്ടോ. ഗ്ലാസ് 65 റേഞ്ചിലാണ് കിടക്കുന്നത്. കണ്ടോ, നല്ല ബോട്ടിലാണ്. ഇതൊക്കെ ഇപ്പോൾ നല്ല റേറ്റ് കുറവിലാണ് ഇട്ടത്. മുമ്പൊക്കെ ഞാനിവിടെ പോകുമ്പോൾ ഇതൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളമൊന്നും കൊള്ളാൻ പറ്റില്ലെങ്കിൽ അത്യാവശ്യം കൊള്ളാം. പിന്നെ ഗ്ലാസിൻ്റെ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാല് ചായയൊക്കെ ഒഴിച്ച് വയ്ക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കാൻ ഇത് തെർമോ ഇതല്ല, എന്നാലും അത്യാവശ്യം ചൂട് നിൽക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ ഇതാ 50 റേഞ്ചിൻ്റെ ഇത് പ്ലാസ്റ്റിക്കാണ്. കറക്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. 79 ആ റേഞ്ചേ ഉള്ളൂ ഈ ബോട്ടിൽസിനൊക്കെ. പ്ലാസ്റ്റിക്സ് കാണാൻ ഭംഗിയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇത് ചെയ്യാറില്ല, വാങ്ങിക്കാറില്ല. ഞാനൊക്കെ സ്റ്റീൽ ബോട്ടിൽ തന്നെയാണ് മക്കൾക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലരൊക്കെ ഒരു അത്യാവശ്യം എന്തെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോകാൻ എവിടെയെങ്കിലും പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ വാശി പിടിക്കുമ്പോൾ വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ നമ്മൾ പോകാറില്ല. അപ്പോൾ ഇതൊക്കെ 70 60 റേഞ്ചിനേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരെണ്ണം എടുത്ത് കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. ഈ കാണുന്നതൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം റേറ്റ് കുറവാണ്. കാണുമ്പോൾ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യും. ആ കൊറിയൻ ടൈപ്പ് ബോട്ടിൽസൊക്കെ, കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ കൊറിയൻ ടൈപ്പ് ബോട്ടിൽസ്. ഈ ബോട്ടിലിൽ ഫാന് പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അത് മോൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവളും അത് കറക്കി കറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും ഇഷ്ടപ്പെട്ടു. ഊതിയൊക്കെ നോക്കി. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ കുഞ്ഞുങ്ങളെ ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബോട്ടിൽസാണ്. ഇതൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾ എടുത്തിട്ടില്ല, ബോട്ടിൽ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് ഇതുപോലെ രാമചന്ദ്രനിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ പല ടൈപ്പ് ബോട്ടിൽസ് ഇങ്ങനെ വീട്ടിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും അതിങ്ങനെ മറ്റേ ശേഖരണം പോലെ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് എടുക്കാത്തത്. പക്ഷെ അന്നൊക്കെ നല്ല റേറ്റാണ്. 135 ആ റേഞ്ചിലൊക്കെ കിടന്ന ഈ ബോട്ടിൽസാണിത്. ഇതിപ്പോൾ 79 റേറ്റിലൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ സ്റ്റീൽ ബോട്ടിൽ നല്ല കളക്ഷൻസ് ഒരുപാടുണ്ട്. ഒരുപാട് മോഡലിലെ സ്റ്റീൽ ബോട്ടിൽസ് ഉണ്ട്. അത് തന്നെ ഞാനിവിടെ കാണിക്കാം. അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. 190 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റീൽ ബോട്ടിൽസ്. പിന്നെ നോർമൽ ഫ്രിഡ്ജ് വെക്കാനൊക്കെ വേണ്ട പ്ലാസ്റ്റിക് ബോട്ടിൽസും അവൈലബിൾ ആണ്. അതൊക്കെ 45 റുപ്പീസ് റേറ്റേ ഉള്ളൂ. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ഇവർ വച്ചേക്കുന്ന ഈ ടവൽസാണ് കേട്ടോ. ഈ കാണുന്ന ടവൽസ് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ടൈമിലൊക്കെ വന്ന ടവൽസാണ്. അന്ന് നല്ല റേറ്റിലായിരുന്നു ഈ ടവൽസൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് ടൈം, ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് ആയതുകൊണ്ടായിരിക്കും 25 റുപ്പീസിനാണ് ഈ ഒരു ടവൽ ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇത് എന്തായാലും കളക്ഷൻസ് ഈ ഒരു ടൈപ്പ് ടവൽസ് കുറച്ചേ ഉള്ളൂ. അതെന്തായാലും തീരും. ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എടുത്തത് ഏതൊക്കെയാണെന്ന് ഷോപ്പിംഗ് ഹാളിൽ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെ സാധനങ്ങൾ എടുത്തത്. പക്ഷേ ഈ കിടക്കുന്നതിൽ ഈ ക്വാളിറ്റി അത് നല്ല, ഈ ഒരു സെറ്റ് ടവൽസ് 25 റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം, അതുപോലെ ഇച്ചിരി നല്ല വലിപ്പമുണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്കൊന്നും പറ്റത്തില്ല, കാരണം ഇത്രയും വലുതൊക്കെ എടുത്ത് നല്ല നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇത്രയും വിരിച്ചിട്ടിട്ട് കഴിക്കാനുള്ള പാടായിരിക്കും. പക്ഷേ വലിയ കുട്ടികൾ, ഒരുവിധം സൂക്ഷിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഒരു 2, 3 ആകുമ്പോൾ എൻ്റെ മോളൊക്കെ ഒരുവിധം ടവൽസൊക്കെ സൂക്ഷിച്ചാണ് കൊണ്ടുവരാറ്. ഈ ടൈപ്സ് ടവൽസും 25 ആണ് കേട്ടോ റേറ്റ്. ഇതായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ കാണിച്ച ടവൽ കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് 5 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഷോപ്പിംഗ് ഹാൾ അടുത്ത വീഡിയോ ഇട്ടിടാം, അതിൽ കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്നതൊക്കെ ലഞ്ച് ബോക്സ് സെക്ഷനാണ്. സ്റ്റീലിൻ്റെ ആയിരുന്നാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നാലും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഒരുവിധം നല്ല റേറ്റ്, ശരിക്കും പറഞ്ഞാൽ നല്ല റേറ്റ് കുറവുണ്ട് രാമചന്ദ്രയിൽ. ഇപ്പോൾ ഇതാ കാണുന്നതൊക്കെ 75 റേഞ്ചിലാണ് കിടക്കുന്നത്. നിങ്ങൾ രാമചന്ദ്ര ഷോപ്പിംഗ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, രാമചന്ദ്രയിൽ പോയി വാങ്ങിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലുണ്ട് പോയി നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി പോയി വാങ്ങിക്കാം. കാരണം ഓൾറെഡി സ്റ്റോക്സ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ലായിരിക്കും. കാരണം ഒട്ടുമിക്ക ആൾക്കാരും വന്ന് എടുത്തിട്ട് അങ്ങ് പോകും. കാരണം ഒരുപാട് ഇപ്പം തന്നെ ഞാൻ പോയപ്പോൾ, കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ പോയത്, അപ്പം തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോലും. അപ്പോൾ ഈ കളക്ഷൻസ് തീർന്നുകൊണ്ടേ ഇരിക്കും. അവസാനം പോകാമെന്ന് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഈ കളക്ഷൻസ് നല്ലതൊക്കെ തീരും. വേണ്ട ആൾക്കാരെല്ലാം എടുത്തുകൊണ്ട് പോകും നല്ല സാധനങ്ങളൊക്കെ. പിന്നെ ബാക്കി ഉള്ളതിൽ നിന്ന് എടുക്കാം എന്നുള്ള ഓപ്ഷൻ കാണൂ. ഈ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 130 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ബോക്സിന്. നല്ല ക്വാളിറ്റിയും അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല ബോക്സാണ് കേട്ടോ. ക്ലോത്തിൻ്റെ ബോക്സാണത്. ഇതാണ് ആ ബോക്സ്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. മോളിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. പക്ഷേ 130 റേഞ്ചിലെ ഈ ബോക്സ് നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മറ്റേതൊക്കെ പെട്ടെന്ന് ഒന്ന് തറയിൽ വീണാൽ പൊട്ടിയൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ ക്ലോത്തിൻ്റെ ബോക്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് താഴെയൊന്നും വീണ് പൊട്ടിപ്പോകാനോ അങ്ങനെയുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ അഴുക്കാവാതെ നോക്കണം എന്നുള്ളതും കൂടെ ഉള്ളൂ. ഇതാണോ ബോക്സിൽ ഇതൊക്കെ വയ്ക്കാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നല്ല ബോക്സ്, എനിക്കിഷ്ടപ്പെട്ടു. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബോക്സ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് സ്റ്റീലിൻ്റെ, അതൊട്ടുമിക്ക എല്ലാവർക്കും അറിയാം. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഒരുപാട് പേര് എടുക്കുന്നതാണ്. അതും രാമചന്ദ്രയിൽ റേറ്റ് കുറവാണ്. സ്റ്റീലിന് പൊതുവേ നമ്മൾ വെളിയിൽ പോയ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം എടുക്കുമ്പോൾ റേറ്റ് കൂടുതൽ കാണും. സ്റ്റീലിന് തന്നെ ഒരുപാട് ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്. കനം കൂടിയതുണ്ട്, കനം കുറഞ്ഞതുണ്ട്. അത്യാവശ്യം നല്ല ലഞ്ച് ബോക്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടെ നിന്ന് നേരത്തെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 320 ഇതുപോലത്തെ ലഞ്ച് ബോക്സ് തന്നെയാണ് മോൾക്കുള്ളത്. അത് നല്ല ബോക്സാണ്, ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല അത്. അപ്പോൾ അത് തന്നെയാണ് ഈ വർഷവും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനൊന്നും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ലഞ്ച് ബോക്സ് തന്നെയാണ്. പിന്നെ കറി കൊണ്ടുപോകുന്ന പാത്രമാണ്. അത് പല മോഡലിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ കഴിയുമ്പോൾ തീരും. കഴിഞ്ഞ വർഷം ലാസ്റ്റാണ് ഞാൻ ഇതുപോലെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കറി കൊണ്ടുപോകുന്ന പാത്രമൊക്കെ 70 റേറ്റേ ഉള്ളൂ. ഇതൊക്കെ നല്ല ക്വാളിറ്റി, നല്ല മോഡൽസിലും കിടപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു സെറ്റ് ബാഗ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കുള്ള ബാഗ്സ് കളക്ഷൻസാണിത്. അത് ഒരുപാടുണ്ട് കേട്ടോ. 6, 7, 8, 9 റേഞ്ചിൽ കിടക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്കുള്ള ബാഗ് കളക്ഷൻസാണ്. അപ്പോൾ അത് ഒരുപാട് സെറ്റ് ഇതിനകത്തുണ്ട്. പിന്നെ ചിലത് നല്ല റേറ്റാണ്. 1050 സംതിങ് ആണ് ഇപ്പോൾ ഞാൻ ഈ താഴെ കാണിച്ച ബാഗിനൊക്കെ ഉള്ളത്. കോളേജ് ടൈപ്പ് ബാഗ്സും ഇവിടെ തന്നെയാണ് കിടപ്പുള്ളത്. അപ്പോൾ ബാഗിന് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് തീരും മുമ്പ്, അതായത് ബാഗ്സ് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാണ്. ഏത് വേണോ നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്യാം. കൊച്ചു കുട്ടികളുടെ ആയിരുന്നാലും ഇവിടെയും കൊച്ചു കുട്ടികളുടെ ബാഗ്സും ഉണ്ട്. ബ്ലാക്ക് കളറിൽ സ്പേസിൻ്റെ ബാഗൊക്കെ നല്ലതാണ് കേട്ടോ. ബ്ലാക്ക് ഒരുപാട് പേര് പ്രിഫർ ചെയ്യും. കാരണം അഴുക്കാവാതിരിക്കാൻ വേണ്ടി നോക്കുന്ന ബാഗാണ്. ബ്ലാക്ക് കളർ ഓപ്ഷനിൽ വരുന്ന നല്ല ബാഗായിരുന്നു അത്. പക്ഷേ അത് കുഞ്ഞു സൈസായതുകൊണ്ട് ഞാൻ എടുക്കാത്തത്. പക്ഷെ ഒരുവിധം നല്ല കളക്ഷൻസും ഉണ്ട്. പിന്നെ ഇതൊക്കെ ക്വാളിറ്റിയുള്ള ബാഗ്, ഇടയിൽ നല്ല ക്വാളിറ്റിയിലെ ബാഗ്സും കിടപ്പുണ്ട്. പല ടൈപ്പ് ബാഗാണ്, ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ളതും
അകത്തോട്ടൊക്കെ ആയിട്ട് പല റേഞ്ചിലാണ് കിടക്കുന്നത് ബാഗ്സ്. അപ്പോൾ വന്ന് അകത്തോട്ടൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. കോളേജ് ബാഗ്സും അല്ലാത്ത ബാഗ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ 599 റേഞ്ചിലുള്ള ബാഗ്സാണ് കിടക്കുന്നത്. എല്ലാം 599 റേഞ്ചിലുള്ള ബാഗ്സാണ്. അപ്പോൾ അകത്തോട്ടൊക്കെ നോക്കി നല്ലത് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ രാമചന്ദ്രൻ പ്രത്യേകം നമുക്ക് നോക്കാം, ഒരുപാട് നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അവരൊന്നും പറയും, നമുക്ക് അകത്തോട്ടൊക്കെ സെലക്ട് ചെയ്ത് നോക്കാം, ഏത് ബാഗ് നല്ലതാണെന്ന് ഓപ്പൺ ചെയ്ത് ഇട്ടൊക്കെ നോക്കാനും എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടാത്ത തിരിച്ച് വയ്ക്കാനും വീണ്ടും അടുത്ത് പോയി നോക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അങ്ങോട്ട് പോകും തോറും തിരക്ക് കൂടിക്കൂടി വരത്തേ ഉള്ളൂ. ഇപ്പം തന്നെ തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടവും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തിരക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ കുട്ടി പോയി എടുക്കുക. ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും സ്റ്റോക്ക് കാണുമായിരിക്കും. നിങ്ങൾ ഉടനെ തന്നെ പോയി ഒന്ന് പർച്ചേസ് ചെയ്യുക വേണമെന്നുള്ള കുട്ടികൾ. ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസ് ഇടാം. ഇനി വേറെ ഏത് സ്ഥലത്ത് പോയിട്ട് വേണം ഇനി ഞാൻ വീഡിയോ എടുക്കേണ്ടത്, ഷോപ്പിംഗ് വ്ളോഗ് എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അവിടെ പോയി എടുക്കാം. ഓക്കെ, ബൈ.